ഗുഡ് ഈവനിങ് ഡോക്ടർ. എന്തു പറ്റി ഈ വഴിയൊക്കെ? പഴയൊരു ലാമ്പി കിട്ടിയപ്പോ അതും എടുത്തിങ്ങ് പോന്നു. അല്ല ഏബലിന്റെ വയറ് വല്ലാതെ ചാടിയിട്ടുണ്ടല്ലോ. അതൊന്നും പറയണ്ട ഡോക്ടർ. അടുത്ത ആഴ്ച ഞാൻ ഡോക്ടറുടെ ക്ലിനിക്കിൽ വരാനിരിക്കുകയായിരുന്നു. വയറ് കുറയ്ക്കുന്ന എന്തോ ഒരു ചികിത്സ ഉണ്ടല്ലോ, അബ്ഡോമിനോപ്ലാസ്റ്റി. ഓ യെസ്, എനിക്ക് ആ ട്രീറ്റ്മെന്റിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരണം. വൈ നോട്ട്? ഏബൽ ഈവനിങ്ങിന് വന്നോളൂ, ഞാൻ അവിടെ ഉണ്ടാവും. ഓക്കെ ഡോക്ടർ. വയറ് കുറയ്ക്കാതെ ഒരു രക്ഷയില്ല ഡോക്ടർ. ഇത് വല്ലാത്തൊരു ശല്യം തന്നെയാ. ഉദരഭാഗത്തെ അമിതമായ കൊഴുപ്പിനെ ചെറിയൊരു ശസ്ത്രക്രിയ വഴി നീക്കം ചെയ്യുന്ന പ്രോസസ്സാണ് അബ്ഡോമിനോപ്ലാസ്റ്റി. ഡയറ്റിലൂടെയും വ്യായാമത്തിലൂടെയും വയറ് കുറയാത്തവരിൽ അബ്ഡോമിനോപ്ലാസ്റ്റി ഫലപ്രദമാണ്. അപ്പോ എന്റെ ഭാരം കുറയുമല്ലോ? അബ്ഡോമിനോപ്ലാസ്റ്റി ഒരു വെയിറ്റ് ലോസ് സർജറി അല്ല. എന്നാൽ പല മാർഗങ്ങളും പരീക്ഷിച്ച് നിരാശരായവർക്ക് ആവശ്യപ്പെട്ടാൽ സർജറി ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, പ്രമേഹം, ഹൃദ്രോഗം, ഉദരസംബന്ധമായ രോഗങ്ങളുള്ളവർ ഇവരെല്ലാം ഒരു ഫിസിഷ്യന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ സർജറി ചെയ്യാൻ പാടുള്ളൂ. സർജറിക്ക് പാർശ്വഫലങ്ങൾ എന്തെങ്കിലും? ഇതിന് പാർശ്വഫലങ്ങൾ കുറവാണ്. മാത്രമല്ല, സർജറിക്ക് ശേഷം ഉണ്ടാവുന്ന നേർത്ത ഒരു പാട് ഉദരഭാഗത്തിന് താഴെയായതിനാൽ സൗന്ദര്യ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. താങ്ക് യു ഡോക്ടർ. പിന്നെ സർജറിക്ക് ശേഷം നിയന്ത്രണമില്ലാതെ ഭക്ഷണം കഴിക്കുന്നതും വ്യായാമം ചെയ്യാതിരിക്കുന്നതും വീണ്ടും വയറ് ചാടുന്നതിന് കാരണമാവും.